NIOSന്റെ ബ്രേക്കിംഗ് ന്യൂസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്ത അതിസുപ്രധാനമായ വാർത്തയാണ്. ധാരാളം വിദ്യാർത്ഥികളെ NIOSലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ NIOS കോളേജ്. ഇന്നത്തെ വാർത്ത പറയാം. അതായത് TOC ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് എന്ന ഒരു സംവിധാനം ഉള്ളതായിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അത് 2 വർഷമായിരുന്നു സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരുന്നത്. അതായത് 2 വർഷം മുമ്പ് വരെ തോറ്റ കുട്ടികൾക്ക് ഏതെങ്കിലും 2 വിഷയം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മറ്റു 3 വിഷയങ്ങൾ എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്ന ഒരു സംവിധാനത്തെയാണ് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് TOC സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ സ്കൂൾക്കാർക്ക്, അതായത് കേരള സ്റ്റേറ്റിന്റെ ഓപ്പൺ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 5 വർഷവും സംസ്ഥാന സ്റ്റേറ്റ് ബോർഡിന്റെ വിദ്യാർത്ഥികൾക്ക് അത് 2 വർഷവുമായിരുന്നു. അതിനാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ട് സംസ്ഥാന സ്കൂളിലെ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കും അവർക്കും 5 വർഷം മുമ്പ് വരെ, അതായത് ഇവിടെ നിന്ന് പുറകിലോട്ട് കൂട്ടി കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് വരെ ഏത് വർഷമാണ് അവർ TOC ചെയ്യുന്നത് ആ വർഷം മുതൽ പുറകിലോട്ട് 5 വർഷം മുമ്പ് വരെ തോറ്റ കുട്ടികൾക്ക് ഏതെങ്കിലും അവർ ജയിച്ച 2 വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് NIOSലെ 3 വിഷയങ്ങൾ എടുത്തുകൊണ്ട് +2 എഴുതി പാസ്സാകുവാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ഇതുവഴി NIOSലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനുള്ള, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഒരുക്കുവാനുള്ള ഒരു സംവിധാനമാണ് NIOS അധികൃതർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ അഭിനന്ദനാർഹമാണ്. അതിനെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത കേരള സർക്കാരിന്റെ, കേരള വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. അപ്പോൾ ഇത് ഒരു വളരെ ഹാപ്പി ന്യൂസ്, വളരെ ഒരു നല്ല വാർത്തയാണ്. അതുകൊണ്ട് ഈ വാർത്ത എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ TOC ചെയ്യാൻ വിട്ടുപോയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതുപോലെ പഠിക്കാൻ പോകാനായിട്ടുള്ള പ്രശ്നങ്ങളും പോല TOC ചെയ്യാൻ കഴിയാതിരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും അറിയിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വിരോധമില്ല. ഈ വാർത്ത ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കുക. അവരും പരീക്ഷ എഴുതട്ടെ, അവരും പാസ്സാകട്ടെ, ഒരു +2 എടുത്ത് ഡിഗ്രിക്ക് പോകുന്ന ഒരു സംവിധാനം, ഒരു സഹായം അവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ പെട്ടെന്ന്, ഏറ്റവും പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകളും, നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സംശയങ്ങൾ എന്താണ് ഒക്കെ എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കൂ. ഞാൻ എത്രയും പെട്ടെന്ന് അതിന്റെ മറുപടിയുമായി നിങ്ങളുടെ മുമ്പിൽ ഓടിയെത്തും. ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ NIOS കോളേജ്, സൈനിങ് ഓഫ്. ബൈ ബൈ.